തിരിച്ചെത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണ്ണയം എന്നൊക്കെ പറയുമ്പോൾ അത്ര ഈസി ഒന്നുമല്ല. പലർക്കും അതൊരു കീറാമുട്ടി ആവുന്നുണ്ട്. തീർച്ചയായും BJPക്കാണ് ഇപ്പോൾ പുതിയ കാലത്ത് കുറെ കൂടി അത് അധികം കീറാമുട്ടിയാകുന്നത്. പാലക്കാട്ടേക്ക് പോകാം. അവിടെ നഗരസഭയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയിൽ ഭിന്നത തുടരുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പക്ഷത്തിന്റെ പട്ടിക സംസ്ഥാന നേതൃത്വം അംഗീകരിച്ചില്ല. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് കൈമാറിയത്. ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുതിർന്ന നേതാവ് N ശിവരാജൻ എന്നിവരും പട്ടികയിലില്ല. ഇന്ന് വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്ന് പട്ടിക പുനഃപരിശോധിക്കും. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഈ നഗരസഭാ C കൃഷ്ണകുമാർ നൽകിയ പട്ടികയ്ക്ക് എന്താണ് പ്രശ്നം? അതിലിപ്പോൾ പ്രശാന്ത് ശിവന്റെ റോൾ എന്താണ്? ഈ പട്ടിക എതിർപ്പ് വരുന്നതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി സൈഫുദ്ദീൻ, C കൃഷ്ണകുമാർ വിഭാഗം അവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പട്ടികയാണ് തയ്യാറാക്കിയത്. ഇതിൽ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ജില്ലാ അധ്യക്ഷന്മാർ മത്സരിക്കേണ്ടതില്ല, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ പ്രസിഡന്റുമാർ എന്നിവർ മത്സരിക്കേണ്ടതില്ല എന്നൊരു ധാരണയിൽ എത്തിയിരുന്നു. പക്ഷേ ഈ പ്രശാന്ത് ശിവന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ C കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാർ, അവർ നിലവിൽ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്, അവരുടെ പേരുണ്ട്. എന്നാൽ നഗരസഭ ചെയർപേഴ്സണായ പ്രമീള ശശിധരൻ, വൈസ് ചെയർമാൻ E കൃഷ്ണദാസ്, അതോടൊപ്പം തന്നെ മുതിർന്ന BJP നേതാവ്, ദേശീയ കൗൺസിൽ അംഗം കൂടിയായ N ശിവരാജൻ, അതോടൊപ്പം തന്നെ മറുവിഭാഗത്ത് പ്രധാനപ്പെട്ട നേതാവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ സ്മിതേഷ് തുടങ്ങിയവരുടെ പേരൊന്നും തന്നെ ഉൾപ്പെടുത്താത്ത ഒരു പട്ടികയാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ പൂർണ്ണമായും കൃഷ്ണകുമാർ പക്ഷത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പട്ടിക അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിനുമുള്ളത്. ജില്ലയുടെ ചുമതലയുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഇത് പുനഃപരിശോധിക്കണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം ഒന്നുകൂടി കോർ കമ്മിറ്റി യോഗം ചേർന്ന് ഈ പട്ടിക പുനഃപരിശോധിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നഗരസഭയിൽ കൂട്ടയടിയാണ് BJPക്കകത്ത് നടക്കുന്നത്. അതെ, പ്രശാന്ത് ശിവനെ ചെയർമാനും മിനി കൃഷ്ണകുമാറിനെ വൈസ് ചെയർപേഴ്സണും ആക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ തന്നെ നടക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കൂട്ടയടിയിൽ നഗരസഭ തന്നെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയാണ് സാധാരണ BJP പ്രവർത്തകർക്കുള്ളത്.